നമസ്കാരം, എൻ്റെ പേര് ശാന്തി ശേഖർ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിയുടെ പേര് പാവയ്ക്ക കുഴമ്പ്. ഇത് തമിഴ്നാട്ടിൽ ഫേമസ് ആണ്. ഒത്തിരി ഈസിയാണ് ഉണ്ടാക്കാൻ. സംതിങ് യുണീക്കാണ്, ഭയങ്കര ടേസ്റ്റാണ്. പാവയ്ക്ക ഇഷ്ടപ്പെടാത്തവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് കണ്ടിട്ട് വരാം. ആദ്യം ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പാവയ്ക്ക ഇങ്ങനെ വലിയ വലിയ പീസസ് ആയിട്ട് മുറിച്ച് വെച്ചത്. ഇത് വെളുത്തുള്ളി, ഇത് ചെറിയ ഉള്ളി. ഈ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും എത്രയും ഇഷ്ടമോ അത്രയും ഇടാം. വാളം പുളി, ഒരു ചെറിയ നെല്ലിക്ക സൈസ്, 2 ടൊമാറ്റോ, പിന്നെ കടുക്, ഉലുവ, ജീരകം ചേർക്കാം. ഞാൻ ജീരകം പൊടി ചേർത്തത് കൊണ്ട് ജീരകം ചേർക്കണില്ല. ഇത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, ജീരകപ്പൊടി. ഇതിന് പകരം നമുക്ക് സാമ്പാർ പൊടി വേണമെങ്കിലും ചേർക്കാം. പിന്നെ എള്ളെണ്ണ, ഇതിന് എള്ളെണ്ണയാണ് പ്രധാനം. ഉപ്പ് ആവശ്യത്തിന്. പിന്നെ ഒരു ഓപ്ഷണൽ എന്താണെന്ന് വെച്ചാൽ ജാഗരി, ശർക്കരയില്ലേ, അത് കുറച്ച് ചേർക്കാം. അത് വേണമെങ്കിൽ ചേർത്താൽ മതി, വേണ്ടെങ്കിൽ വേണ്ട. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നോ, അടുപ്പ് കത്തിച്ചിട്ട് പാത്രം വയ്ക്കാം. കുറച്ച് ഏറെ നല്ലെണ്ണ ഒഴിക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കാം. ഈ നല്ലെണ്ണയിൽ ഈ പാവയ്ക്ക ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യാം. കുറച്ച് കയ്പ്പ് മാറി കിട്ടും. ഈ തക്കാളി വേണ്ടെന്നുള്ളവർ തക്കാളി വേണ്ടെന്ന് വെച്ചിട്ട് കുറച്ചുകൂടെ പുളി ചേർത്താൽ മതി. എനിക്ക് തക്കാളി ചേർക്കുന്നതാണ് ഇഷ്ടം. തക്കാളി ഞാൻ അരച്ച് ചേർക്കും. അപ്പം ഞാനിത് തക്കാളി അരച്ചിട്ട് വരുമ്പോഴത്തേക്കും ഇത് ഒന്ന് ഫ്രൈ ആവും. അപ്പം ഫ്രൈ ആയിട്ട് നമുക്ക് കാണാം. ഇത് ഇപ്പം നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി. അപ്പോൾ ഇതിലൊന്ന് കോരി മാറ്റി എന്നിട്ട് ഈ പ്ലേറ്റിൽ തന്നെ സൈഡിൽ വയ്ക്കും. ഇതിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒട്ടും കയ്പ്പ് കാണില്ല. ഇത് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഈ എണ്ണയിൽ തന്നെ കടുകിടാം. ഇതിൽ കറിവേപ്പില ഇഷ്ടംപോലെ ചേർക്കണം. ഞാനിപ്പം രാത്രിയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ കറിവേപ്പില 6 മണിക്ക് ശേഷം മരത്തിൽ നിന്ന് പറിക്കാൻ പാടില്ലല്ലോ. അപ്പം എനിക്ക് കറിവേപ്പില ഇല്ല. നിങ്ങൾ ചെയ്യുമ്പോൾ കറിവേപ്പില ഒരുപാട് ചേർക്കണം. ഇതിൽ കുറച്ച് ഉലുവ ചേർക്കാം. ഇനി വെളുത്തുള്ളി, ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി ഇങ്ങനെ അരിഞ്ഞെടുക്കാതെ മുഴുവനായിട്ട് വേണമെങ്കിലും ചേർക്കാം. എൻ്റെ കുട്ടികൾ മുഴുവനായിട്ടുണ്ടെങ്കിൽ അതിനെ എടുത്ത് മാറ്റും. ഇതാകുമ്പം ഒന്ന് അളിഞ്ഞ് ചേർന്നോളൂ. ഇതിൽ കുറച്ച് ഉപ്പ് ചേർക്കാം. ഇത് നല്ല ഗോൾഡൻ കളർ വരുന്നവരെ നമുക്ക് വഴറ്റാം. ഇതിൽ ഞാൻ ഇൻഗ്രീഡിയൻസിൽ പറയാൻ വിട്ടതാണ് കായപ്പൊടി. കുറച്ച് കായപ്പൊടി ചേർക്കാം. ഇനി ഈ പൊടികൾ അത്രയും ചേർക്കാം. മല്ലിപ്പൊടി, ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. എരിവ് നിറച്ച് വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ മുളക് പൊടി ചേർക്കാം. എനിക്ക് എരിവ് കുറച്ച് മതി. ഇതിൽ നമുക്ക് അരച്ച തക്കാളി ചേർക്കാം. നമുക്ക് പുളി പിഴിഞ്ഞു ഒഴിക്കും. ഈ പുളിയിൽ ഈ നാര്, കുരു മാറ്റുവാണെങ്കിൽ നമുക്ക് തക്കാളിയുടെ കൂടെ തന്നെ അരയ്ക്കാം. അരച്ച് ചേർക്കാം. തക്കാളി ചേർത്തിട്ട് എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വന്നു. ഇനിയിപ്പം പുളി. നമ്മൾ പുളി ഒഴിച്ചിട്ട് ഒന്ന് തിളയ്ക്കുമ്പം ഈ പാവയ്ക്ക ചേർക്കാം. പാവയ്ക്ക ചേർത്തിട്ട് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. ഒന്ന് ഫ്ലെയിം മീഡിയത്തിൽ വെക്കാം. ഇനി വെന്തിട്ട് കാണാം. ഇപ്പം ഞാൻ കുറച്ച് തീയിൽ 5 മിനിറ്റ്സ് അടച്ച് വെച്ചിരുന്നു. അപ്പം എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല എണ്ണ തെളിഞ്ഞ് ഇങ്ങനെ വന്നിട്ടുണ്ട്. എനിക്കിങ്ങനെ കട്ടിക്ക് ഇരിക്കുന്നതാണ് ഇഷ്ടം. കട്ടിക്ക് വേണ്ട, കുറച്ച് വെള്ളം വേണമെങ്കിൽ വെള്ളം ചേർക്കാം. ഇതിൽ ഞാൻ ടേസ്റ്റ് ചെയ്തപ്പം കുറച്ച് ഉപ്പ് കുറവാണ്. അപ്പം കുറച്ചുകൂടെ ഉപ്പും പിന്നെ ഈ ശർക്കര. ഇതിൽ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് നല്ലെണ്ണ ചേർക്കാം. ഞാൻ ഒരുപാട് നല്ലെണ്ണ ആദ്യമേ ഒഴിച്ചത് കൊണ്ട് ഇപ്പം ഒഴിക്കുന്നില്ല. ഇതിപ്പം റെഡിയായി. ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇപ്പം ഇത് റെഡിയായി. ഇതിൽ ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് അറിയാമോ? ഇപ്പം കാണിച്ചു തരാമേ. ഈ പാത്രത്തിൽ കുറച്ച് റൈസ് ഇട്ട് ഇങ്ങനെ ചെയ്താൽ കരിയും വേസ്റ്റ് ആകത്തില്ല, ഭയങ്കര ടേസ്റ്റുമാണ്. ചിലർ അയ്യേ ഉയ്യെന്ന് പറയും. അത് ഈ ടേസ്റ്റ് അറിയാത്തത് കൊണ്ടാണ്. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ. ഇപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കൂലേ? വീഡിയോ കണ്ടായിരുന്നോ? ഇഷ്ടപ്പെട്ടോ? ഇനി എല്ലാ ബുധനാഴ്ചയും ഞാൻ മലയാളത്തിൽ വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം അടുത്ത ബുധനാഴ്ച കാണാം. താങ്ക് യു. Hello. So, rice, body chicken, പാവയ്ക്ക കറിയാണ്. പാവയ്ക്ക കുഴമ്പ്. പാവയ്ക്ക കുഴമ്പ് ആക്കി.
പാവയ്ക്ക ഇതിൽ ഭയങ്കര ക്രിസ്പിയാണ്. ഇനി പൊടി ചിക്കൻ